ഇനി വട്ടവടയിലേക്കാണ്. അവിടെ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി കനാലിൽ വീണ് മരിച്ചു എന്നാണ് സംശയിക്കുന്നത്. വട്ടവട സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. വട്ടവട ഗ്രാമപഞ്ചായത്തിന്റെ വൈദ്യുതി കണക്ഷൻ മൊത്തത്തിൽ ഇല്ലാണ്ട് 7 ദിവസം കടന്നു നിൽക്കുകയാണ്. ഇത് സംബന്ധിച്ച് ഞങ്ങൾ പലതവണയും EB-ക്കാർക്കും ജില്ലാ കളക്ടറിനും തഹസിൽദാറിനൊക്കെ ഞങ്ങൾ പരാതി നൽകിയിട്ട് പോലും ഇതുവരെ ഒരു അന്വേഷണമോ അല്ലെങ്കിൽ അതിനുമായ തീരുമാനം ഇതുവരെ കണ്ടെത്തത് കൊണ്ട് ഇന്നൊരു ഒരു കൊച്ചി ചെറുക്കൻ, ഒരു 26-27 വയസ്സുള്ള കൊച്ചു ചെറുക്കൻ ഈ ഇരുട്ടത്ത് നടന്നു വന്നിട്ട് കനാലിൽ നിന്ന് തെന്നി വീണ് ഇതേ മരിച്ചു വട്ടവടയിൽ. ഇതുപോലെ സംഭവങ്ങൾ കാലകാലമായിട്ട് വട്ടവടയിൽ നടക്കുന്നതുകൊണ്ട് ഈ സർക്കാർ ഒന്ന് തിരിഞ്ഞു നോക്കി ഈ വട്ടവട രക്ഷപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കണമെന്നും ഞങ്ങളായി അഭ്യർത്ഥിക്കുന്നു. മരിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ച്. ജെയിൻ എസ് രാജു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജെയിൻ, ഇത്തരം അപകടങ്ങൾ പതിവായി കൊണ്ടിരിക്കുന്നത്, അതൊരു ജില്ല എന്നില്ല, എല്ലായിടങ്ങളിലും ഈ മഴയോടനുബന്ധിച്ച് ഇത്തരം അപകടങ്ങളാണ്. ഇതിപ്പോൾ എങ്ങനെയാണ് മരണം സംഭവിച്ചത്? വേഗത്തിൽ ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് ഉണ്ടായത്. രാവിലെ മരിച്ച നിലയിൽ ഈ വിഷ്ണുവിനെ കണ്ടെത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ മരണകാര്യത്തിൽ നമുക്ക് ഒരു സ്ഥിരീകരിച്ച ഒരു കാര്യം ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. കാരണം പോലീസിന്റെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇന്ന് രാവിലെ പഞ്ചായത്തിന് സമീപം ഒരു ചെറിയ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ആ സമയത്താണ് ആളുകൾ അങ്ങോട്ടേക്ക് എത്തിയത്. അതിന് സമീപത്താണ് കനാലിനോട് ചേർന്ന് ഈ മൃതദേഹം തല വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ മുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. പ്രാഥമികമായിട്ട് കാൽ വഴുതി ഈ കനാലിൽ വീണ് മരണം സംഭവിച്ചു എന്ന നിഗമനത്തിലാണുള്ളത്. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മരണകാരണം വ്യക്തമാകാൻ ഇനി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ കൂടി വരേണ്ടതുണ്ട്. കാരണം ഏത് രീതിയിലാണ് ഈ അപകടം സംഭവിച്ചതെന്ന കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു സ്ഥിരീകരണം ആവശ്യമാണ്. ദിവിഷ, വട്ടവട സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. ശരി, ജെയിൻ എസ് രാജുവാണ് വിവരങ്ങൾ നൽകിയത്.